നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസവും തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് കൃഷിയെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ എല്ലാവരും തെങ്ങ് നടാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ തെങ്ങും പുരയുടെ ഉള്ളവർക്ക് പൊന്നിൻ വില തന്നെയാണ്. അപ്പോൾ നല്ല തെങ്ങ് വേണോ? വിത്ത് തേങ്ങയും തൈകളും തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കാം ഈ 15 കാര്യങ്ങൾ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ തെങ്ങ് കൃഷി ചെയ്യുന്നവർക്ക് വളരെ പ്രയോജനപ്രദമായ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യം നമുക്ക് ഇനങ്ങൾ നോക്കാം. തെങ്ങിലെ വിവിധ ഇനങ്ങൾ ഏതൊക്കെ ഇനങ്ങളാണെന്ന് നമുക്ക് പലർക്കും അറിയില്ല. അതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരികയാണ്. ഉയരം കൂടിയ ഇനങ്ങൾ ലോകമെമ്പാടും കണ്ടുവരുന്നുണ്ട്. ഒരു സ്ഥലത്ത് കൂടുതൽ കൃഷി ചെയ്യുന്ന ഇനം ആ സ്ഥലത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷിയുള്ളത് പശ്ചിമ തീര നെടിയ ഇനവും, അതായത് WCT എന്നറിയപ്പെടുന്ന ഇനം, പൂർവ്വതീര നെടിയ ഇനം, അതായത് ECT എന്നറിയപ്പെടുന്ന ഇനം. WCT, ECT ഇനങ്ങൾ ഫിലിപ്പീൻസ് ഓർഡിനറി, ചന്ദ്രകൽപ്പ, ആൻഡമാൻ ഓർഡിനറി, ജാവ കൊച്ചിൻ, ചൈന, കാപ്പാടം, കോമാടൻ, കേരസാഗര, കൽപ്പരക്ഷ, കൽപ്പതേനു, കൽപ്പപ്രതിഭ, കൽപ്പമിത്ര. അപ്പോൾ ഇത്രയും ഇനങ്ങളാണ് ആ ഇനത്തിൽ വരുന്നത്. പിന്നെ അടുത്ത കുറിയ ഇനങ്ങളിൽ വരുന്നത് താരതമ്യേന ഉയരം കുറഞ്ഞതും ഹ്രസ്വമായ ആയുസ്സുമുള്ള ഇവ നെടിയവയേക്കാൾ നേരത്തെ കായ്ക്കുന്നു. പച്ച, മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള നാളികേരം, ഇളനീർ ആവശ്യത്തിനും സങ്കര ഇനങ്ങളുടെ ഉൽപ്പാദനത്തിനുമാണ് ഇവ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ചാവക്കാട് ഓറഞ്ച്, അതായത് COD, ചാവക്കാട് പച്ച, അതായത് CGD, മലയൻ പച്ച അഥവാ MGD, മലയൻ മഞ്ഞ അഥവാ MYD, മലയൻ ഓറഞ്ച് അഥവാ MOD, ഗംഗോബോണ്ടം GB എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന കുറി ഇനങ്ങളിൽ പ്രധാനം. അടുത്ത സങ്കര ഇനങ്ങൾ എന്ന് പറയുന്നത് ഉയരം കൂടിയ ഇനവും കുറഞ്ഞ ഇനവും തമ്മിലുള്ള ബീജസങ്കലനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഇനങ്ങൾക്ക് വളർച്ചയിലും ഉൽപ്പാദനത്തിലും സങ്കരവീര്യമുണ്ട്. സങ്കര ഇനങ്ങൾ 2 രീതിയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒന്നാമത്തേതിൽ മാതൃവൃക്ഷമായി ഉയരം കൂടിയ ഇനവും പിതൃവൃക്ഷമായി ഉയരം കുറഞ്ഞ ഇനവും, രണ്ടാമത്തേതിൽ ഉയരം കുറഞ്ഞവയെ മാതൃവൃക്ഷമായും ഉയരം കൂടിയവയെ പിതൃവൃക്ഷമായും ബീജസങ്കലനം ചെയ്യുന്നു. ലക്ഷഗംഗ, ചന്ദ്രസങ്കര, ചന്ദ്രലക്ഷ, അനന്തഗംഗ, കേരഗംഗ, കേരശ്രീ, കേരസൗഭാഗ്യ, TN2D എന്നിവ ശ്രേഷ്ഠമായ സങ്കര ഇനങ്ങൾ. ഇവ മറ്റ് സങ്കര ഇനങ്ങളെയും അവയുടെ മാതൃപിതൃവൃക്ഷങ്ങളെയും അപേക്ഷിച്ച് 19 മുതൽ 42% വരെയും കൂടുതൽ വിളവ് നൽകുന്നു. ലക്ഷഗംഗയ്ക്ക് ചന്ദ്രലക്ഷയ്ക്കും വരൾച്ചയെ അതിജീവിക്കാനുള്ള കഴിവുണ്ട്. അനന്തഗംഗ, കേരഗംഗ, കേരശങ്കര എന്നിവ മഴയെ ആശ്രയിച്ചുള്ള കൃഷിക്കും നനച്ചുള്ള കൃഷിക്കും യോജ്യം. ചന്ദ്രസങ്കര, കൽപ്പരക്ഷ എന്നിവയെ വരൾച്ചയെ അതിജീവിക്കുന്ന ഇനങ്ങളാണ്. കൽപ്പരക്ഷ ഇളനീർ ഇനം ലോകത്ത് കൃഷി ചെയ്യുന്ന തെങ്ങിൽ 95% നെടിയ ഇനങ്ങളാണ്. നെടിയ ഇനങ്ങൾ പൊതുവെ പരപരാഗണം ചെയ്യുന്നവയും കുറി ഇനങ്ങൾ സ്വയം പരാഗണം ചെയ്യുന്നവയുമാണ്. നെടിയ ഇനങ്ങൾ 4.5 വർഷം മുതൽ 9 വർഷത്തിനുള്ളിലും കുറിയ ഇനങ്ങൾ 2 വർഷം മുതൽ 4 വർഷത്തിനുള്ളിലും കായ്ച്ചു തുടങ്ങുന്നു. നെടിയ ഇനങ്ങളിൽ ഒരു വർഷത്തിൽ 12 പൂങ്കുലകളും കുറിയ ഇനങ്ങളിൽ 17 മുതൽ 18 പൂങ്കുലകളും ഉണ്ടാകുന്നു. മാതൃവൃക്ഷം തിരഞ്ഞെടുക്കൽ. വിത്ത് തേങ്ങ ശേഖരണത്തിനായി തിരഞ്ഞെടുക്കുന്ന മാതൃവൃക്ഷങ്ങൾക്ക് ഇനി പറയുന്ന ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ സ്ഥിരമായി കായ്ക്കുന്നത്, വർഷത്തിൽ 80 തേങ്ങയിൽ കുറയാത്ത ഉൽപ്പാദനം. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ട് 20 വർഷം കായ്ച്ചു തുടങ്ങി 5 വർഷം മുതൽ 20 വർഷമോ അതിൽ കൂടുതലോ പ്രായം. എന്നാൽ നല്ല മാതൃവൃക്ഷങ്ങളിൽ നിന്നും തൈകൾ ഉണ്ടാക്കി നട്ട് വളർത്തിയ തോട്ടങ്ങളിൽ നിന്ന് തേങ്ങ എടുക്കുന്നതിന് 20 വർഷം എന്ന കാലയളവ് നോക്കേണ്ടതില്ല. നല്ലതുപോലെ കായ്ച്ചു തുടങ്ങി കുറഞ്ഞത് 6 വർഷമായാൽ വിത്ത് തേങ്ങ എടുത്തു തുടങ്ങാം. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് വിടർന്ന ഓലകൾ 30-ൽ കൂടുതൽ വേണം. നീളം കുറഞ്ഞ ഓലക്കാലുകളും ബലമുള്ള മടലുകളും വേണം. അടുത്ത നാലാമത് ശ്രദ്ധിക്കേണ്ടത് കരുത്തുള്ള കുലഞ്ഞെട്ടുകളോട് കൂടിയ 12 കുലയെങ്കിലും വേണം. അടുത്ത അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇടത്തരം വലിപ്പമുള്ള നീളം കൂടിയ തേങ്ങകൾ. നമ്മൾ ആറാമത് ശ്രദ്ധിക്കേണ്ടത് ചകിരി മാറ്റിയ തേങ്ങയ്ക്ക് 600 ഗ്രാം തൂക്കം, ഒരു തേങ്ങയിൽ കുറഞ്ഞത് 150 ഗ്രാം കൊപ്ര. ഇനി പറയുന്ന തെങ്ങുകൾ ഒഴിവാക്കണം. നീളം കൂടി കനം കുറഞ്ഞ കുലഞ്ഞെട്ടുകളോടെ തൂങ്ങി നിൽക്കുന്ന കുലകളുള്ളവ. അടുത്തത് ചെറിയതും ഭാരം കുറഞ്ഞതുമായ തേങ്ങകളും പേട് തേങ്ങകളും ഉണ്ടാകുന്നവ. അടുത്തത് മച്ചിങ്ങ പൊഴിച്ചൽ കൂടുതലുള്ളവ. അടുത്തത് പ്രതികൂല പരിതസ്ഥിതിയിൽ വളരുന്നവ. അടുത്ത ശ്രദ്ധിക്കേണ്ടത് വളക്കുഴിയോട് ചേർന്ന് വളരുന്നവ. അടുത്ത വിത്ത് തേങ്ങ ശേഖരണം. നന്നായി വിളഞ്ഞ തേങ്ങകൾ 11 മാസം മൂപ്പ് ഡിസംബർ മെയ് മാസക്കാലത്ത് ശേഖരിക്കുക.
മണ്ണ് ഉറച്ചതാണെങ്കിലും തെങ്ങിന് ഉയരം കൂടുതലാണെങ്കിലും വിത്ത് തേങ്ങ കുലയോടെ വെട്ടിയിടരുത്. പകരം കയറിൽ കെട്ടി ഇറക്കുകയാണ് വേണ്ടത്. വലിപ്പം കുറഞ്ഞതും കേടുപാടുകളുള്ളതുമായ തേങ്ങ വിത്തിനായി ഉപയോഗിക്കരുത്. വിത്ത് തേങ്ങ മുളപ്പിക്കുന്നതിന് മുൻപ് 60 ദിവസമെങ്കിലും തണലിൽ സൂക്ഷിക്കണം. 8 സെന്റിമീറ്റർ കനത്തിൽ മണൽ വിരിച്ച് അതിൽ തേങ്ങയുടെ ഞെട്ടറ്റം മുകളിലാവും വിധം നിരത്തി മണലിട്ട് മൂടിയിടണം. തേങ്ങയിലെ വെള്ളം വറ്റിപ്പോകാതിരിക്കാനാണിത്. ഒന്നിനു മുകളിൽ ഒന്ന് എന്ന ക്രമത്തിൽ 5 അടുക്ക് വിത്ത് തേങ്ങ ഇങ്ങനെ സംഭരിക്കാം. മണൽ മണ്ണുള്ളതും തണലുള്ളതുമായ കൃഷിസ്ഥലങ്ങളാണെങ്കിൽ വിത്ത് തേങ്ങ അവിടെ തന്നെ സൂക്ഷിക്കാം. വിത്ത് തേങ്ങ തണലിൽ കൂട്ടിയിട്ട് തൊണ്ട് ഉണങ്ങിയതിന് ശേഷം പാകി മുളപ്പിക്കാം. ആവശ്യത്തിന് തണലും നീർവാഴ്ചയും കടുപ്പം കുറഞ്ഞ മണ്ണുമുള്ള സ്ഥലത്ത് വേണം തിരഞ്ഞെടുക്കാൻ. തുറസായ സ്ഥലമാണെങ്കിൽ വേനൽക്കാലത്ത് തണൽ നൽകണം. 1.5 മീറ്റർ വീതിയിൽ ആവശ്യമുള്ള നീളത്തിൽ വാരങ്ങൾ തയ്യാറാക്കുക. വാരങ്ങൾ തമ്മിൽ 75 സെന്റിമീറ്റർ അകലം ഉണ്ടായിരിക്കണം. നീർവാർച്ച കുറഞ്ഞ പ്രദേശങ്ങളിൽ വാരങ്ങൾ ഉയർത്തിയെടുക്കണം. പാകുന്നതിന് മുൻപ് വെള്ളം വറ്റിയതും കാമ്പ് ചീഞ്ഞതുമായ തേങ്ങകൾ കാലവർഷാരംഭത്തോടെ തിരഞ്ഞു മാറ്റുക. മെയ് ജൂൺ മാസങ്ങളിൽ തേങ്ങ പാകാം. നടീൽ കാലം: ഒരു വാരത്തിൽ 4-5 വരി വിത്ത് തേങ്ങ 30x30 സെന്റിമീറ്റർ അകലത്തിൽ നടാം. വിത്ത് പാകുന്ന വിധം: വിത്ത് തേങ്ങ 25 മുതൽ 30 സെന്റിമീറ്റർ ആഴമുള്ള ചാലുകളിൽ നട്ട് ചകിരിയുടെ മുകൾ ഭാഗം മാത്രം പുറത്ത് കാണുന്ന വിധം മണ്ണിട്ട് മൂടണം. വീതി കൂടിയ വശം മുകളിൽ വരത്തക്ക വിധം കിടത്തിയോ ഞെട്ടുഭാഗം മുകളിൽ വരത്തക്ക വിധം കുത്തനെയോ വിത്ത് തേങ്ങ പാകാം. കുത്തനെ നടുന്നതാണ് പറിച്ചു നടുന്നതിനും കേടുപറ്റാതെ തൈകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനും തൈകൾക്ക് ക്ഷതമേൽക്കാതിരിക്കാനും നല്ലത്. നഴ്സറി പരിപാലനം: തുറന്ന പ്രദേശത്താണ് നഴ്സറി എങ്കിൽ ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കണം. മണൽ പ്രദേശമാണെങ്കിൽ കാലവർഷം കഴിയുന്നതോടെ പുതയിടുകയും വേനൽക്കാലത്ത് 2 ദിവസത്തിലൊരിക്കൽ നനയ്ക്കുകയും വേണം. ചിതലിൻ്റെ ശല്യം കണ്ടാൽ 15 സെന്റിമീറ്റർ ആഴത്തിൽ മണ്ണ് മാറ്റി ക്ലോർപ്രൈഫോസ് തേങ്ങയിലും മണ്ണിലും വിതറുക. ചിതൽ ശല്യം പൂർണ്ണമായും മാറുന്നതിനും കീടനാശിനി പ്രയോഗം ആവർത്തിക്കേണ്ടി വരും. കുമിൾ രോഗങ്ങൾ വരാതിരിക്കാൻ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതമോ ചെമ്പ് അടങ്ങിയ മറ്റെന്തെങ്കിലോ കുമിൾനാശിനികളോ തളിക്കുന്നത് നല്ലതാണ്. തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ പാകി 6 മാസത്തിനകം മുളയ്ക്കാത്തതും കേടുവന്ന മുളകളുള്ളതുമായ തേങ്ങകൾ മാറ്റുക. ഗുണമേന്മയുള്ള 9 മുതൽ 12 മാസം പ്രായമുള്ള തൈകൾ മാത്രം തിരഞ്ഞെടുക്കുക. തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നേരത്തെ മുളച്ചതും കരുത്തുറ്റതും നല്ല വളർച്ചയുള്ളതായിരിക്കണം. 10-12 മാസമുള്ള തൈകൾക്ക് 6 മുതൽ 8 ഓല വരെ വേണം. 9 മാസമായ തൈകളാണെങ്കിൽ കുറഞ്ഞത് 4 ഓലയെങ്കിലും ഉണ്ടായിരിക്കണം. കണ്ണാടിക്കനം 10 മുതൽ 12 സെന്റിമീറ്റർ വരെ ഉണ്ടായിരിക്കണം. ഓലക്കാലുകൾ നേരത്തെ വിടരുന്നവയായിരിക്കണം. മൺവെട്ടി, കമ്പിപ്പാര എന്നിവ ഉപയോഗിച്ച് തൈകൾ ഇളക്കിയെടുക്കാം. വേരുകൾ മുറിച്ച് മാറ്റണം. വെയിലേൽക്കാതെ തൈകൾ തണലിൽ സൂക്ഷിക്കുകയും കഴിയുന്നത്ര വേഗം കവറിലോ മണ്ണിലോ നടുകയും വേണം. തൈകൾ ഓലയിലോ തണ്ടയിലോ പിടിച്ചു വലിച്ച് പറിച്ചെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നടേണ്ട സമയം: വെള്ളക്കെട്ടില്ലാത്ത നല്ല നീർവാർച്ച സൗകര്യമുള്ള മണ്ണാണെങ്കിൽ വർഷാരംഭത്തോടെ തൈകൾ നടാം. എന്നാൽ ജലസേചന സൗകര്യമുണ്ടെങ്കിൽ ഇടവപ്പാതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തൈകൾ നടാം. തുലാവർഷ ആരംഭത്തിന് മുമ്പ് തന്നെ തൈകൾ മണ്ണിൽ പിടിച്ചു കിട്ടും. വർഷകാലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മഴക്കാലം കഴിഞ്ഞ് തൈകൾ പറിച്ച് നടുന്നതായിരിക്കും നല്ലത്. മണൽ പ്രദേശങ്ങളിൽ തൈകൾ നടുന്നതിന് മുമ്പ് കുഴിയിൽ തൊണ്ട് കുഴിച്ചിടുകയാണെങ്കിൽ തൈകൾ നല്ലതുപോലെ വളർന്നു കിട്ടും. തെങ്ങ് നടേണ്ട അകലം: തെങ്ങ് കൃഷിയിൽ വൃക്ഷങ്ങൾ തമ്മിലുള്ള അകലം പ്രത്യേക പരിഗണന അർഹിക്കുന്നു. വൃക്ഷത്തലപ്പിൻ്റെ വലിപ്പമനുസരിച്ച് 7.5 മുതൽ 9 മീറ്റർ വരെ അകലം സ്വീകരിക്കാവുന്നതാണ്. ഇതനുസരിച്ച് ചതുരാകൃതിയിൽ നടുകയാണെങ്കിൽ ഹെക്ടർ ഒന്നിന് 124 മുതൽ 177 വരെ തൈകൾ നടാവുന്നതാണ്. ത്രികോണാകൃതിയിലുള്ള നടീൽ രീതി അവലംബിക്കുന്ന പക്ഷം 20 മുതൽ 25 വരെ എണ്ണം കൂടുതലായി 1 ഹെക്ടറിൽ നടാൻ സാധിക്കും. ഓരോ വരിയിലും തൈകൾ തമ്മിൽ 5 മുതൽ 5.5 മീറ്റർ അകലവും വരികൾ തമ്മിൽ 9 മുതൽ 10 മീറ്റർ വീതവും അകലവും നൽകി തെങ്ങിൻ തൈകൾ നടുന്ന രീതിയും അവലംബിക്കാവുന്നതാണ്. നടീൽ രീതി: ത്രികോണാകൃതിയിലാണ് നടന്നെങ്കിൽ 7.5 മീറ്റർ 198 തൈകൾ 1 ഹെക്ടറിൽ. സമചതുരത്തിലാണെങ്കിൽ ചെടികൾ തമ്മിലും വരികൾ തമ്മിലും 7.5 മീറ്റർ മുതൽ 9 മീറ്റർ വരെ 170 മുതൽ 120 തൈകൾ വരെ 1 ഹെക്ടറിൽ നമുക്ക് നടാം. ഒറ്റ വരി 5 മീറ്റർ വരിയിലും 9 മീറ്റർ വരികൾ തമ്മിലും 220 തൈകൾ ഹെക്ടറിൽ നടാം. ഇരട്ട വരി 5x5 മീറ്റർ വരിയിലും 9 മീറ്റർ 2 വരികൾ തമ്മിലും 280 തൈകൾ 1 ഹെക്ടറിൽ നടാം. കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.